തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ മൂന്നാം മുറയിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. ഗ്രേഡ് എസ്ഐ ശ്രീകുമാർ, സുനിൽ, സിജുമോൻ, ഗിരീഷ് എന്നിവരാണ് സസ്പെൻഷനിലായത്. ബൈക്ക് മോഷണ കേസിലെ പ്രതിയെ ക്രൂരമായി മർദ്ദിച്ചതിലാണ് നടപടി സ്വീകരിച്ചത്. മർദ്ദനമേറ്റ യുവാവ് മെഡിക്കൽ കോളേജിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഫോർട്ട് പോലീസ് സ്റ്റേഷന്റെ ആ പാപക്കറ കഴുകിക്കളയാൻ സാധിക്കില്ല. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊടും ക്രൂരത അരങ്ങേറിയ ഒരു പോലീസ് സ്റ്റേഷനാണ്. അവിടെ വീണ്ടും ഈ ഇടിയൻ പോലീസുകാർ ക്രൂരത മാത്രം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇതൊന്നും തടയാൻ സാധിക്കാത്തത്? അശ്യാം, തീർച്ചയായും വലിയ ക്രൂരമായ മർദ്ദനങ്ങളാണ് ഇത്തരത്തിൽ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായത് എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടന്നിരുന്നു. ആ അന്വേഷണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പ്രതികളെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. ജയിലിൻ്റെ സെല്ലിൽ കിടന്ന പ്രതികളെ അടക്കം മുടുക്കി പിടിച്ച് കുത്തിരി പിടിച്ച് വലിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള ദൃശ്യങ്ങളടക്കം CCTVയുടെ ദൃശ്യങ്ങളടക്കം ശേഖരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഗ്രേഡ് SI ശ്രീകുമാറാണ് പ്രതിയുടെ സെല്ലിൽ കിടന്ന പ്രതിയുടെ മുടിയിൽ കുത്തിപ്പിടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തത്. തുടർന്ന് മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ സുനിൽ, സിജുമോൻ, ഗിരീഷ് എന്നിവരും ഇത്തരത്തിൽ ക്രൂരമായ മർദ്ദനം നടത്തുകയും ചെയ്തു. മാത്രമല്ല, പ്രതികളുടെ അതായത് പ്രതികളുടെ FIR-ലടക്കം തിരുത്തലുകൾ വരുത്തിയെന്ന കണ്ടെത്തൽ കൂടി വരുന്നുണ്ട്. കാരണം കൊച്ചിയിൽ വെച്ചാണ് ഈ പ്രതികളെ പിടിയിലാകുന്നത്. എന്നാൽ കൊച്ചിയിൽ വെച്ച് അറസ്റ്റിലായ പ്രതികളെ തിരുവനന്തപുരത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് FIR-ൽ രേഖപ്പെടുത്തുകയും ചെയ്തു. കൊച്ചിയിൽ വെച്ച് അറസ്റ്റിലായ പ്രതികളെ അവിടുന്ന് ഡാൻസ് ഓഫ് ടീമാണ് തിരുവനന്തപുരത്ത് എത്തിച്ച് നൽകുന്നത്. എന്നാൽ രേഖകളിലെല്ലാം മാറ്റം വരുത്തിയെന്നടക്കമുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ക്രൂരമായ മർദ്ദനങ്ങളാണ് ജിനു അടക്കമുള്ള 2 പ്രതികൾക്കും ഉണ്ടായത്. ഇരുവരെയും ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുകയും ചെയ്തു. ജിനുവിന് കിഡ്നിക്കും കൈക്കും പരിക്കേറ്റു. കിഡ്നിയുടെ പ്രവർത്തനങ്ങളെല്ലാം തകരാറിലായി. അതോടൊപ്പം തന്നെ കൈയുടെ സർജറിയും കഴിഞ്ഞ് ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയാണ്. ജിനുവിൻ്റെ കൂട്ടുപ്രതിയായിട്ടുള്ള ഉണ്ണിയുടെ ശാരീരിക അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഇപ്പോൾ വാർഡിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള അക്രമമൊക്കെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടന്നത്. മൂന്നാം മുറയ്ക്ക് സമാനമായ അല്ലെങ്കിൽ മൂന്നാം മുറ എന്ന് പറയുന്ന തരത്തിലുള്ള രീതിയിലുള്ള മർദ്ദനങ്ങളാണ് ഉണ്ടായത്. ശ്യാം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഉരുട്ടിക്കൊലപാതകം പോലെയുള്ള കുപ്രസിദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പ്രമാദമായിട്ടുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് ഈ ഫോർട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത്. മുൻകാല ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഉരുട്ടിക്കൊലപാതകം എന്ന ക്രൂരമായ സംഭവം ഒരുപക്ഷെ അതിൻ്റെ അന്ന് നടന്ന സംഭവങ്ങളൊക്കെ ഉദയകുമാറിൻ്റെ അമ്മ ജനം TV-യോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് കേൾക്കാൻ പോലും ഒരു അല്പമെങ്കിലും ഒരു മനുഷ്യത്വം മനസ്സിലുള്ള ഒരു മനുഷ്യനും അത് കേൾക്കാൻ സാധിക്കില്ല. അത്രമേൽ കൊടും ക്രൂരതയാണ് അന്ന് ജിതകുമാറും ശ്രീകുമാറും സോമനും ഉൾപ്പെടെയുള്ള കാക്കിക്കുള്ളിലെ കാട്ടാളന്മാർ, അങ്ങനെ വിശേഷിപ്പിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എന്ത് വാക്കാണ് ഇവരെയൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുക എന്ന് നമുക്ക് തന്നെ ചോദിച്ചു പോകും. അന്ന് അവരൊക്കെ കാണിച്ചത്. ഇന്നും ഈ പ്രതിപട്ടികയിൽ ഒരു ശ്രീകുമാറുണ്ട്. ശ്യാം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വളരെ നിന്ദ്യമായ രീതിയിൽ, മൃഗീയമായ രീതിയിൽ തന്നെയാണ് പോലീസിൻ്റെ മർദ്ദനം ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ മർദ്ദനത്തിന് ശേഷം പ്രതികളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് ജിനുവിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നത്. തുടർന്നാണ് ആദ്യം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിന് ശേഷം അവിടെ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. തുടർന്നുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ കിഡ്നിക്ക് കംപ്ലയിൻ്റ് ഉണ്ട് എന്ന കാര്യം പുറത്തു വരുന്നത്, കിഡ്നിക്ക് പരിക്കുകളുണ്ടെന്ന് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ കൈകൾക്ക് പരിക്കുണ്ട് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തത്. കൂട്ടുപ്രതിക്കും ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. കൂട്ടുപ്രതി ഇപ്പോൾ വാർഡിൽ ചികിത്സയിലാണ്. വലിയ രീതിയിലുള്ള മർദ്ദനം, ക്രൂരമായ മർദ്ദനം, നിന്ദ്യമായ മർദ്ദനം തന്നെയാണ് ഈ ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉണ്ടായത് എന്ന കാര്യങ്ങളും എന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ തെളിവ് സഹിതം പുറത്തു വരുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചിരുന്നു ഈ അന്വേഷണ സംഘം. പരിശോധിച്ച ശേഷം അതോടൊപ്പം തന്നെ മറ്റ് തെളിവുകളടക്കം പരിശോധിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമാണ് നടന്നതെന്ന് വിവരം പുറത്തു വരികയും ചെയ്തു, തെളിവാകുകയും ചെയ്തു. അതിനുശേഷമാണ് വകുപ്പ് തല നടപടി സ്വീകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയും ചെയ്തത്. എന്തായാലും 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയിരിക്കുകയാണ്. ഗ്രേഡ് SI അടക്കമുള്ള 4 പേർക്കാണ് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിരിക്കുന്നത്. മറ്റ് വകുപ്പ് തല നടപടികൾക്കും
അടക്കം നീക്കം നടക്കുന്നതായിട്ട് വിവരവും ലഭിക്കുന്നു. അതായത് എഫ്ഐആറിലടക്കം തിരുത്തൽ വരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയും വകുപ്പ് തല നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്തെ ആഭ്യന്തരം ഇത്തരത്തിൽ തകർന്ന നിലയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നമുക്കറിയാം, ഇത് ഒരു ഏകപക്ഷീയമായ കേസല്ല. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളടക്കം ഇത്തരത്തിലുള്ള സമാന സംഭവങ്ങൾ നടന്നു വരുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ തന്നെ ഇവിടെ തിരുവനന്തപുരത്തും ഉണ്ടായിരിക്കുന്നത് ഫോർട്ട് സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു പ്രതിക്ക് ബൈക്ക് മോഷണ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായ പ്രതിക്ക് ക്രൂരമർദ്ദനം ഏൽക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. മുടിക്കടക്കം കുത്തിപ്പിടിക്കുകയും ഗ്രില്ലിൽ ഇടിക്കുകയും ചെയ്തു എന്നടക്കമുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഉരുട്ടിക്കൊലയ്ക്ക് സമാനമായിട്ടുള്ള രീതിയിലുള്ള മൂന്നാം മുറ പ്രയോഗങ്ങൾ ഇപ്പോഴും പോലീസ് ഡിപ്പാർട്ട്മെന്റിലുണ്ട് എന്നതിൻ്റെ തെളിവുകൾ കൂടിയാണ് ഇതിലൂടെ പുറത്താകുന്നത്. ശ്യാം, യെസ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദയകുമാറിൻ്റെ നിലവിളികൾക്ക് സാക്ഷിയായ ഒരു സെല്ലിലാണ് വീണ്ടും അതേ രീതിയിലുള്ള ക്രൂരത അരങ്ങേറുന്നത്. ഇതിനൊന്നും കൃത്യമായി തന്നെ തടയിടാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ മോഹൻലാലുമായി ഒരു അഭിമുഖം ഉണ്ടായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രിയുടെ. അതിൽ മോഹൻലാൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഈ അടിയന്തരാവസ്ഥ കാലത്ത് അങ്ങ് അനുഭവിച്ച പീഡനങ്ങളൊക്കെ. അതിന് വളരെ വൈകാരികമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി മറുപടി നൽകുന്നത്. അതിനോടനുബന്ധമായി മോഹൻലാൽ ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ലോക്കപ്പ് മർദ്ദനങ്ങളൊക്കെ വരുമ്പോൾ അങ്ങ് ആ സമയത്ത് അങ്ങയുടെ മനസ്സ് ആ പഴയ ഓർമ്മകളിലേക്ക് പോകുമോ എന്ന്. അപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മറുപടി, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഏജൻസി അന്വേഷിക്കേണ്ട പുറത്തുള്ളൊരു ഏജൻസി, അതായത് CBI അടക്കമുള്ളൊരു ഏജൻസിയിലേക്കാണ് തത്സമയം ഞങ്ങൾ ആ കേസ് കൈമാറുകയെന്ന്. എത്ര ലോക്കപ്പ് മർദ്ദനങ്ങൾ കഴിഞ്ഞ 10 വർഷത്തിനിടെ കേരളം സാക്ഷ്യം വഹിച്ചു, എത്ര കൊലപാതകങ്ങൾ, അതിലൊക്കെ എന്ത് നടപടി ഉണ്ടായി എന്നും കൂടി നമുക്ക് കാത്തിരുന്ന് കാണണം. വിലയിരുത്തണം.